ആ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറീസയിലാണ്. ഒറീസയിൽ കുർദ റോഡ് എന്ന് പറയും. കുർദ റോഡ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ആ ഫ്രണ്ടിൻ്റെ വീട് കാണിച്ചു തരാം. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് പുള്ളി എന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളിയുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പോയി. അപ്പം ഞാൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലാണ് ഇവിടെ. നമ്മുടെ കൽക്കട്ടയെക്കാട്ടും ഭയങ്കര വെയിലാണ് ഇവിടെ. അത് കാരണം പുറത്തോട്ട് ഇറങ്ങിയില്ല. അപ്പം വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പം മഴ, കാറ്റും മഴയും വലുതായിട്ട് പെയ്യുന്നില്ല, ചെറിയ രീതിയിൽ മഴ പൊടിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളിവിടാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ. ഇതാണ് ഗേറ്റ്. ഇത് 2 ഗേറ്റ് ഉണ്ട്. ഇത് കാറൊക്കെ വന്നു കഴിഞ്ഞാൽ കയറ്റാനുള്ള. പിന്നെ ഇതിലൂടെ സാധാരണ ആൾക്കാരും ബൈക്കൊക്കെ കയറും. ഗേറ്റ് ഇങ്ങനെ തുറന്ന് വരുന്ന വഴി അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരണം. ഇതിൻ്റെ അങ്ങേപ്പുറം ഹൈവേ റോഡാണ്, നാഷണൽ ഹൈവേ റോഡാണ്. തൊട്ടങ്ങേപ്പുറം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകണം. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലായിട്ട് റെയിൽവേ ട്രാക്കാണ്, ട്രെയിൻ പോകുന്ന ഇതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും അദ്ദേഹത്തിന് സ്ഥലമുണ്ട്, മതിൽ കെട്ടി ഇരിക്കുന്ന. അവിടെ ബിൽഡിംഗ് ഒന്നും പണിതിട്ടില്ല, വെറുതെ കിടക്കുകയാണ്. കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. എന്താ അവിടെയാണ് മാവും തോട്ടം. അത് കാണിക്കാം. ആദ്യം ഈ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഇതിനകത്ത് കയറാനായിട്ട് വന്നതാണ്. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതെങ്കിലും കാണിക്കാം. അകത്ത് എന്തോ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു അമ്പലവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ കൃഷിയുള്ളതായിരുന്നു ഈ പാടം. ഇവിടെ ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ? ഇതാ കൃഷിന്ന് നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട്. ഉണ്ടോ? ഇതിവിടെ നമ്മുടെ നാട്ടിലെ കൂട്ട് വെട്ടുകല്ല, വലിയ കല്ല ഉണ്ടോ? വെട്ടുകല്ല്. ഇവിടെയും കൂടുതലും നേരത്തെയൊക്കെ വെട്ടുകല്ലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീട് പണിയാൻ. നമ്മളിവിടെ കാണുന്ന പാറയാണ്. പാറയും വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടാണെന്ന് അറിയില്ല വെള്ളച്ചാട്ടം. നോക്കാം, അങ്ങോട്ട് ചെന്ന് നോക്കാം. കാണാൻ നല്ല സ്ഥലങ്ങളാണ്. പക്ഷേ ഇന്ന് പകല് മുഴുവനും ചൂടായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴാണ് നമ്മളൊന്ന് ഇറങ്ങുന്നത്. നോക്കാം ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഇവിടെ ഒരു ചെറിയ കുളം പോലെ പാറയും കുളവും ഒക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം എവിടാന്നറിയില്ല. ഇവിടെ പറഞ്ഞാലും ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. അതെങ്കിൽ അത് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നോക്കട്ടെ എവിടെ വെള്ളച്ചാട്ടമൊന്നും. എല്ലാം കാട് പിടിച്ചെനിക്ക് തോന്നുന്നു താഴെ ചെറിയ നദിയായിരുന്നു എന്ന് തോന്നുന്നു, ചെറിയ പുഴയായിരുന്നു തോന്നുന്നു, അറിയില്ല. കാട് പിടിച്ച് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു വേനലിൽ പറ്റിപ്പോയാതെ ഇതുവഴി ഇങ്ങനെ കവിഞ്ഞൊഴുകുമായിരുന്നു. അതാണ് ഇവിടെ ഇപ്പം ചെറിയ രീതിയിലുള്ള ഒഴുക്കേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ കവിഞ്ഞൊഴുകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ? 2 കുളക്കോഴിയെ കാണാൻ പറ്റുമോ? കാണിക്കാം. 2 കുളക്കോഴിയാണോ? ആണോ? ഒരെണ്ണം താഴെ ഉണ്ടോ കേട്ടോ. ഒരെണ്ണം കയറിപ്പം 2 എണ്ണം കണ്ടോ? കുളക്കോഴിയാണെന്ന് തോന്നുന്നു, അറിയില്ല.
അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പം മഴക്കാലത്താണെങ്കിൽ വെള്ളം കാണും. വേനൽക്കാലമായതുകൊണ്ടാണ് വെള്ളം പറ്റുക. അവിടെ നിന്നെല്ലാം വെള്ളം വന്ന് ഇതുവഴി ഒഴുകും എന്നാണ് പറഞ്ഞത്. ഇതുവഴി ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴുകും വരുന്ന വെള്ളം. ഇപ്പം അത് കാരണം ഇവിടെ ഒരു അമ്പലമുണ്ട് കാണിക്കാം എന്നാണ് പറഞ്ഞത്. ചെരുപ്പിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയൊരു അമ്പലമാണ്, കാണാനായിട്ട് വലിയ ഇതൊന്നും ഇല്ല. പണിയുന്നുണ്ട് ഇവിടെ. ചെറിയൊരു അമ്പലം. ഞാനോർത്ത് ഇവിടെ പണിയുന്നുണ്ട്. ഓക്കെ, കാണിക്കാം. ഇവിടെ അമ്പലം പണിയുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ മുൻഭാഗം കാണിച്ചു തരാം. ഇവിടെയും വലിയ പാറയെ ഒരു പട്ടിയുണ്ട് നോക്കുന്നു നമ്മളെ. ഒരു പണിക്കാരകമായുള്ള രീതിയിലുള്ള അമ്പലമാണ്. കാണിക്കാം. ഇവിടെ എല്ലാം പാറയാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. കണ്ടോ, ഇവിടെയൊക്കെ പാറയാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് അമ്പലം പണിതുകൊണ്ടിരിക്കുവാണ്. അവരെ നോക്കുന്നു. ഞാൻ വീഡിയോ പിടിക്കുമ്പോഴേ ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ രീതിയിലുള്ള അമ്പലം പണിതുകൊണ്ടിരിക്കുന്നതാണ്. ഇവരെല്ലാം ഉണ്ട് ഇവിടെ ആൾക്കാർ. अपना काम करते इधर में मंदिर में काम करते हैं ना? ओ, आज काम नहीं था? ओ अच्छा। कहाँ पर रहते? कोलकाता। कहाँ काम करते? आया इधर में थोड़ा घूमने के लिए आया। हाँ ओके. ഇതുണ്ട് കള്ളിമുള്ളിച്ചെടി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നേരത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും കാണാറില്ല. ഇതൊക്കെയാണ് ഉണ്ടോ കള്ളിമുള്ളിച്ചെടി. ഇവിടെ കാണാം 4 ചുറ്റും കള്ളിമുള്ളിച്ചെടിയുണ്ട്. ഇതുണ്ട്, അങ്ങോട്ടുണ്ട്. അവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. പാറയാണ്, ചുറ്റോട് പാറ. അങ്ങോട്ടൊക്കെ ഉണ്ട്. പാറയാണ് മൊത്തം. പാറയെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം.
ഒരു ഗുഹ കണ്ടെന്ന് പറഞ്ഞ് അത് മറ്റേ ഇത് റെയിൽവേന്റെ ചെറിയ വെള്ളച്ചാട്ടം ഇവിടെ വരുന്നതാണ്. ആ വഴി വെള്ളം വന്നിട്ട് വെള്ളം വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചേർന്ന്. ഞാൻ അന്ന് വന്നപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം വേനലല്ലേ, വെള്ളം കുറഞ്ഞ. നമ്മുടെ നാട്ടിലൊക്കെ പോയി ഞങ്ങളുടെ അവിടെ പോയി ഇഷ്ടം പോലെ ഇതുപോലുള്ള ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ പോണേലും ചെലവാ അവിടെയൊക്കെ പോയി എടുത്ത് വരുന്നു. ഇവിടുത്തേക്കാളും ചെലവാ അവിടെ. നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പൊ 25,000 രൂപ കൊടുക്കുകയും ചെയ്യണം. അല്ല നിങ്ങൾ പറഞ്ഞില്ല ഷിപ്പേ ജോലിയുള്ള പുള്ളിയോടെ ഇവിടെ ഉണ്ടോ? അല്ല, നാട്ടിൽ വന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു മരിച്ചു പോയി നമ്മുടെ കൂട്ടുകാരൻ. അവന്റെ അപ്പന്റെ അനിയന്റെ മോനാണ്. അവൻ ഇവനും ഭയങ്കര കളിക്കൂട്ട. ഇവനെക്കാട്ടും 3-4 വയസ്സിന് മൂത്തത് അവൻ മരിച്ചുപോയത്. ഒരു ചെറുപ്പത്തില് ഭയങ്കര കൂട്ടുകാരാണ്, കളിക്കൂട്ടുകാരൻ. ഇതെടുത്തില്ല, ഇതോടെ എടുക്കാം അല്ലേ? ഇത് വേറെ ആയിട്ടങ്ങ് എടുക്കാം. ഒരു വീഡിയോ കൂടെ ഇടാൻ മാറൂ. ഒന്നും ഇല്ലെന്ന്, മാങ്ങയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഏത്